ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിൻ്റെ ഫ്രീ പാത്ത് എഡ്യൂക്കേഷൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ അവസാനത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ സസ്യവൈദ്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. നിങ്ങൾക്ക് പഠനം മനോഹരമാക്കാനായി ആദ്യം തന്നെ അറിയാനും പ്രതികരിക്കാനും എന്ന ഒരു പാഠഭാഗത്തിലൂടെയാണ് നമുക്ക് ഈ അറിവുകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മളുടെ പുസ്തകകർത്താക്കൾ ഇത് നമ്മൾക്കായി എഴുതിയിരിക്കുന്നത്. അറിയാനും പ്രതികരിക്കാനും. നമുക്കറിയാം, പുസ്തകത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. പാർട്ട് 1 എന്നും പാർട്ട് 2 എന്നും. അപ്പോൾ പാർട്ട് 1 വരുന്ന 4 ചാപ്റ്റേഴ്സാണ്. അതിലെ 1-ാം ചാപ്റ്റർ അറിയാനും പ്രതികരിക്കാനും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്ന് കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ നമുക്ക് അത്തരം ഒരു വ്യവസ്ഥ ഉള്ളതുകൊണ്ടാണ്. അത്തരം വ്യവസ്ഥ എന്നുദ്ദേശിക്കുന്നത് ഒരാൾ പറയുന്നത് നമ്മൾക്ക് കേൾക്കാം, അതായത് കേൾവി എന്ന അനുഭവം. മറ്റൊരാളെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു വസ്തുവിനെ നമുക്ക് കാണുക എന്ന അനുഭവം. അതുപോലെ ഇഷ്ടമുള്ള ഭക്ഷണത്തിൻ്റെ രുചി അറിയുക, അതായത് രുചിക്കുക. ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞു വെച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. കാണുക, രുചിക്കുക, കേൾക്കുക എന്നൊക്കെ പറയുന്നത്. അതായത് ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങൾ തന്നെയാണ് നമ്മളെ മനുഷ്യനായി മാറ്റിയത്. ഓക്കെ, ഞാനത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്തരം അനുഭവങ്ങൾ മറ്റു ജീവികൾക്ക് ഉണ്ടെങ്കിലും നമുക്ക് അത് ഗ്രഹിച്ചിട്ട് അതിനെ നമുക്ക് ചിന്തിക്കാനും അതുപോലെ തന്നെ ആ ചിന്തയെ ഒരു പ്രവൃത്തിയായി മാറ്റാനും നമുക്ക് കഴിയും. അതാണ് മറ്റ് ജീവികളിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമാക്കുന്നത്. മറ്റ് ജീവികൾക്കും ഈ കഴിവുണ്ടെങ്കിലും മനുഷ്യൻ്റെ അത്രയും അതിന് പ്രതികരിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് കൊടുക്കാനോ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ അനുഗ്രഹവും. ഇന്ന് നമ്മൾ പഠിക്കുന്നതും അറിയുന്നതും അല്ലെങ്കിൽ ഇത്തരം ഈ ഒരു വിഷനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ തലച്ചോറിനും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനും ഒക്കെയുള്ള ഈ ഒരു അറിയാനും പ്രതികരിക്കാനുമുള്ള ആ ശേഷിയിൽ നിന്നും തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിലേക്ക് കടക്കാം. എന്തായാലും പേരൊന്നുകൂടി ഞാൻ വായിക്കുന്നു: അറിയാനും പ്രതികരിക്കാനും. ശ്രദ്ധിക്കുക, ഇത് നിങ്ങളുടെ പാഠപുസ്തകം തന്നെയാണ്. ഈ പാഠപുസ്തകത്തിൻ്റെ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പേജ് അല്ലെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പേജ് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ പടം തന്നെ നമ്മൾ നോക്കി മനസ്സിലാക്കണം എന്നുള്ളതാണ് പുസ്തകകർത്താവ് തന്നെ പറയുന്നത്. അപ്പോൾ നോക്കുക, ഇതിൽ ഒരു ചിത്രം. ആ ചിത്രത്തിൽ എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കാണുന്നുണ്ട്. അത് തന്നെ മനസ്സിലാക്കണം. അത് ഒരു അറിവാണ് അല്ലെങ്കിൽ അറിയുകയാണത്. നമ്മൾ ഈ പിക്ചറിനെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളത് പറയുന്നുണ്ടാവും അല്ലേ? നിങ്ങളുടെ പുസ്തകം ഇതിന് മുന്നിലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ പുസ്തകം നോക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ നോക്കുക. ഇത് തന്നെയാണെങ്കിൽ പുസ്തകം തന്നെയാണ്. ഇപ്പോൾ ഇതിൽ ചിത്രം നിരീക്ഷിക്കുക. കുട്ടികളും മറ്റ് ജീവികളും എന്തൊക്കെയാണ് കാണുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ അനുഭവങ്ങളാണ് ഇവർക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഏതൊക്കെ ജീവികളുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇത് സസ്യങ്ങളും ഉണ്ട്, ജന്തുക്കളും ഉണ്ട്. ഇപ്പോൾ സസ്യങ്ങൾ നമുക്കറിയാം, പച്ച നിറത്തിൽ കാണുന്നു. മാവുണ്ട്, അതുപോലെ തന്നെ ഈ തിന പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഈ നെല്ല് പോലെ എന്തോ ഒരു ഇതുണ്ട്. അതുപോലെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. കുറേ പച്ചപ്പുകളും ചെടികളും പൂക്കളും ഒക്കെ തന്നെ കാണുന്നുണ്ട്. അതൊക്കെയാണ് സസ്യലോകം എന്ന് പറയുന്നത്. ഇനി ജന്തുലോകത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമുക്കറിയാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയാണ് തത്തകളെന്ന് പറയുന്നത്. അപ്പോൾ തത്തയുണ്ട് അതിനകത്ത്, പിന്നെ കുറച്ച് കുട്ടികളുണ്ട്. അപ്പം ഇത്രയാണ് ഇതിലെ ജന്തുലോകമെന്നും പറയുന്നത്. അപ്പോൾ ഇതിനകത്തിലെ ഓരോ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതിനകത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളതാണ്. നമുക്ക് എന്തൊക്കെയാണ് കുട്ടികൾക്കും മറ്റു ജീവികൾക്കും വിധങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, അവ ഏതെല്ലാമാണ്, അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. കുട്ടി മാമ്പഴം രുചിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ശ്രദ്ധിക്കുക: രുചിക്കുക. മാമ്പഴം രുചിക്കുക, അതൊരു അറിവാണ് അല്ലേ? ചാപ്റ്ററിൻ്റെ പേര് തന്നെ പറഞ്ഞു, അറിയാനും പ്രതികരിക്കാനും എന്നുള്ളതാണ്. അപ്പോൾ രുചി അറിയുക, മാമ്പഴത്തിൻ്റെ രുചി അറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു അനുഭവം എന്താണ്? രുചി അറിയുക, അതൊരു അനുഭവമാണ്. രണ്ടാമത്തെ, ഒച്ചിനെ തൊടുമ്പോൾ അതിൻ്റെ ശരീരം ഉള്ളിലേക്ക് വലിയുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഒച്ചിനെ തൊടുമ്പോൾ ഉള്ളിലേക്ക് നമുക്കറിയാതെ ഇങ്ങനെ ചുരുങ്ങിപ്പോകുന്നുണ്ട്. അതും ഒരു അനുഭവമാണ് ഇല്ലേ? അതായത് അതിൻ്റെ ഒരു അനുഭവമാണ്. ഓക്കെ, ഇനിയാണ് ഞാൻ ഈ ഒരു പേരിലേക്ക് പോകുന്നത്: പ്രതികരിക്കുക. കുട്ടി മാമ്പഴം രുചിക്കുന്നു. അതെന്താണ്? അവിടെ ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ട് എന്ന് ഞാൻ പറയും. അതായത് മാമ്പഴത്തിൻ്റെ രുചി നമ്മുടെ നാവിൽ നമ്മൾ അറിയുമ്പോൾ അത് അവിടെ നിന്ന് എന്ത് ചെയ്യും? നമ്മളുടെ തലച്ചോർ അതിനെ
ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുമ്പോൾ മുമ്പ് നമുക്കറിയാം എല്ലാവരും മാമ്പഴം കാണുമ്പോൾ അല്ലെ മാമ്പഴത്തിൻ്റെ വായിലേക്ക് വെക്കുമ്പോൾ എന്തുണ്ടാവും അവിടെ നമ്മളറിയാതെ തന്നെ ഉമിനീര് ഒരുപാടുണ്ടാവും. നമുക്കില്ലേ വായിൽ നിന്ന് വെള്ളം ഊറുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതെന്താണ്? ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രതികരണമാണ്. ആരുടെ പ്രതികരണം? തലച്ചോറ് കൊടുക്കുന്ന ഒരു പ്രതികരണമാണത്. അങ്ങനെ ആ ഒരു ഉമിനീര് ഉണ്ടായെങ്കിൽ മാത്രമാണ് മാമ്പഴത്തിലുള്ള ആസിഡ് കേട്ടിട്ടുള്ള ആസിഡ് ബേസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഉമിനീര് എന്ന് വെച്ചാൽ ഒരു ബേസാണ്, ഒരു ആൽക്കലിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബേസാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾക്ക് വയറ്റിന് അല്ലെന്നുണ്ടെങ്കിൽ ഫുഡിന് ന്യൂട്രലായിട്ടുള്ളതിനെ മാത്രമേ ദഹിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ മാമ്പഴം ഇത്രയും നമ്മുടെ നാവിലേക്ക് വരുമ്പോഴത്തേനും അതിൽ ആസിഡിനെ നിർവീര്യമാക്കണം. അതിനെന്ത് വേണം? അതിനൊരു ബേസിൻ്റെ സഹായം വേണം. അപ്പോൾ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ബേസ് എന്ത് ചെയ്യും? അതിനെ നിർവീര്യമാക്കും. അപ്പോൾ ഇതാരാണ് കൊടുക്കുന്നത്? അപ്പോൾ ഈ മാമ്പഴം കുട്ടി കാണുന്നു, കുട്ടി മാമ്പഴം നാവിൽ വെക്കുന്നു, രുചിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ എന്ത് സംഭവിക്കും? ഉമിനീര് ഉണ്ടാവും. ഈ ഉമിനീര് എന്തിനാണ് ഉണ്ടാവുന്നത്? ഉമിനീര് ഉണ്ടാവുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മാമ്പഴത്തിലെ ആസിഡിനെ ലയിപ്പിച്ച് നിർവീര്യമാക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ ആദ്യം മാമ്പഴമാണെന്ന് അറിഞ്ഞു, മാമ്പഴം നമ്മൾ നാക്കിൽ വെച്ചെന്നറിഞ്ഞു. ആ അറിഞ്ഞ സമയത്ത് തന്നെ എന്ത് ചെയ്തു? നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളുടെ ഗ്രന്ഥികൾ ഉമിനീർ ഉൽപ്പാദിപ്പിച്ചു. ഇതാണ് അറിയുക, പ്രതികരിക്കുക. അറിഞ്ഞു, മാമ്പഴമാണെന്നറിഞ്ഞു, ആസിഡിറ്റി ഉണ്ടെന്നറിഞ്ഞു, എന്ത് ചെയ്തു? അതിനെതിരെ പ്രതികരണവും ഉണ്ടായി. വളരെ ഫാസ്റ്റായിട്ട് വളരെ വേഗത്തിലുണ്ടായ ഒരു പ്രതികരണമാണ്. അപ്പം ഈ ചാപ്റ്ററിൽ എന്തിനാണ് ഇങ്ങനൊരു ചോദ്യം ഇട്ടെന്നും എന്തിനാണ് ഇതൊക്കെ എഴുതി വെച്ചെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം കുട്ടി മാമ്പഴം രുചിക്കുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളോട് ഞാനിപ്പോൾ പറഞ്ഞു. രുചിക്കുക എന്ന വാക്കൊന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. ഒച്ചിനെ തൊടുമ്പോൾ അതിൻ്റെ ശരീരം ഉള്ളിലേക്ക് വലിയുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞത് പ്രതികരിക്കുക, ഇല്ലേ? ആദ്യം എന്തായിരിക്കും അത് അറിഞ്ഞത്? ഒച്ചിനും ഈ പറഞ്ഞ പോലെ ഇത്തരം വ്യൂഹങ്ങൾ അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ട്. നമ്മൾ അതിനെ തൊടുമ്പം അതാദ്യം എന്താ സംഭവിക്കുന്നത്? അതറിയും. നമ്മൾ അതിനെ ആരോ തൊട്ടു അല്ലെങ്കിൽ എന്നെ ആരോ തൊട്ടു എന്നതറിയും. ആ സമയത്ത് തന്നെ നമുക്കറിയാം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യും? അത് ചുരുങ്ങും, അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് വലിയും, ഇല്ലേ? തോടിനുള്ളിലേക്ക് വലിയും. ആമയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ആമയുടെ ആരെങ്കിലും ശല്യപ്പെടുത്തുവോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ തൊടാനോ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ആമയുടെ കൈയും കാലും അതുപോലെ തന്നെ ഈ ഒരു മുഖം, നമ്മുടെ ആ തലയൊക്കെ എന്ത് ചെയ്യും? അത് ആ തോടിനുള്ളിലേക്ക് പോകും. അതും ഒരു പ്രതികരണമാണ്. ആദ്യം അറിയുക, പിന്നെ പ്രതികരിക്കുക. അതാണ്. അപ്പോൾ അതാണ് ഈ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഇനി ബാക്കിയൊക്കെ നമ്മൾ പൂരിപ്പിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാനിത് പൂരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അത് തയ്യാറാക്കിയിട്ടുമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ ഇതിനേക്കാളും പ്രതികരണങ്ങളും അല്ലെങ്കിൽ അനുഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഓരോന്നും ഞാനൊന്ന് പറഞ്ഞുതരാം. തത്തകൾ കുട്ടികളെ കണ്ട് ഭയന്ന് പറക്കുന്നു, ഇല്ലേ? കണ്ടില്ലേ? കുട്ടികളെ കണ്ട് ഭയന്ന് പറക്കുന്നു. എങ്ങനെയായിരിക്കും അത് പറന്നത്? എങ്ങനെയായിരിക്കും? നമുക്കറിയാം, ഏത് ജീവിയാണെങ്കിലും ഒരാളെ കാണുക എന്ന് പറയുന്നത് കണ്ണുകൊണ്ടാണ്, ഇല്ലേ? അപ്പം തത്തയ്ക്ക് മനസ്സിലായി കുട്ടികൾ വരുന്നുണ്ടെന്ന് മനസ്സിലായി. അതെന്ത് ചെയ്യും? അത് പറക്കുന്നു. ആദ്യം എന്ത് ചെയ്തു? തത്ത മനസ്സിലാക്കി കുട്ടികൾ അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യർ അതിനടുത്തേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അത് കണ്ണുകൊണ്ടും കാതുകൊണ്ടുമാണ് മനസ്സിലാക്കിയത്, ഇല്ലേ? അതിന് ചെവിയുണ്ട്, അതിന് കണ്ണുണ്ട്. ഇത് രണ്ടും അത് മനസ്സിലാക്കി. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? അത് പ്രതികരിച്ചു. എങ്ങനെ പ്രതികരിച്ചു? അത് പറന്നുപോയി. കാരണം അതിന് രക്ഷപ്പെടണമല്ലോ. കൊണ്ടുപോകുന്നത് ഒരു കൂടാണ്. എന്തിനാ? തത്തയെ പിടിക്കാൻ. കൂടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഇനി അല്ലെങ്കിലും നിങ്ങൾ അങ്ങനെ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കൂടും കൊണ്ട് പോകുമ്പോൾ തത്ത പിടിക്കാൻ പോവാണ്. തത്ത എന്ത് ചെയ്യും? ഭയന്ന് ഓടും. ഇനിയും ഒന്നതാണ്, തത്തകൾ കുട്ടികൾ കണ്ട് ഭയന്ന് പറക്കുന്നു. നോക്കുക, കണ്ടു എന്ന വാക്കിൻ്റെ അടിയിൽ ഒരു അണ്ടർലൈൻ ഉണ്ട്, പറക്കുന്നു എന്ന വാക്കിൻ്റെ അടിയിലും അണ്ടർലൈൻ ഉണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്കത് പിന്നീട് മനസ്സിലാവും. ഞാനത് പറഞ്ഞു തരാൻ വഴിയെ. അടുത്തത്, കണ്ണിൽ വെള്ളം വീഴും മുമ്പ് കണ്ണടയ്ക്കുന്നു. ഈ പിക്ചറിൽ അത് കൃത്യമായിട്ട് കാണാനൊന്നും കഴിയില്ല. നമുക്കറിയാം, നിത്യജീവിതത്തിലായാലും നമുക്കറിയാം, കണ്ണിലേക്ക് വെള്ളമോ കാറ്റോ ഒക്കെ വരുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? നമ്മൾ പോലും അറിയാതെ നമ്മളുടെ കണ്ണടയും, ഇല്ലേ? ഒരാൾ കണ്ണിൽ കുത്താൻ വന്നു, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ണിൽ വീഴാൻ വന്നു, അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് കണ്ണടയും, ഇല്ലേ? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കണ്ണ് മനസ്സിലാക്കും, അല്ലെങ്കിൽ അതിനുള്ളിലിരിക്കുന്ന അവയവങ്ങൾ മനസ്സിലാക്കും. എന്താ മനസ്സിലാക്കും? അവയവഭാഗങ്ങൾ എന്ത് മനസ്സിലാക്കും? എന്തോ കണ്ണിന് ഹാംഫുള്ളായിട്ട്, കണ്ണിന് ദോഷമായിട്ട് കണ്ണിലേക്ക് വരുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ എന്ത് ചെയ്യും? കണ്ണടഞ്ഞു പോകും. കണ്ണാദ്യം മനസ്സിലാക്കി എന്തോ അപകടമായിട്ട് കണ്ണിലേക്ക് വരുന്നുണ്ട്. കണ്ണെന്ത് ചെയ്തു? അത് നമ്മൾ പോലും അറിയാതെ നിമിഷങ്ങൾക്കുള്ളിൽ കണ്ണ് അടയ്ക്കുക എന്നൊരു ആക്ഷൻ, അല്ലെന്നൊരു പ്രവൃത്തി അവിടെ നടന്നു.
അതാണ് അവിടുത്തെ പ്രതികരണം എന്ന് പറയുന്നത്. അപ്പം ഈ വാക്ക് കണ്ണിൽ വെള്ളം വീഴും മുമ്പ് കണ്ണടയ്ക്കുന്നു, കണ്ണ് അടയ്ക്കുക, അതാണ് അവിടുത്തെ പ്രതികരണം. ഇനി നമുക്ക് നോക്കാം. തത്തകൾ ശബ്ദം ഉണ്ടാക്കി പറന്നുയരുന്നു. ഇവിടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയില്ല, എന്തായാലും നമുക്കറിയാം തത്തകൾ പറക്കുമ്പോൾ അത് ശബ്ദം ഉണ്ടാക്കും, ഇല്ലേ? അപ്പം തത്തകൾ പറന്നു, ശബ്ദം ഉണ്ടാക്കിയത് പറന്നു പോകുന്നു. ശബ്ദം ഉണ്ടാക്കി, ശബ്ദമാണ്, നമ്മളത് കേൾക്കും, ഇല്ലേ? അപ്പം അതും എന്താണ്? ഒരു പ്രതികരണമാണ്. നമ്മൾ ആ തത്ത ശബ്ദം ഉണ്ടാക്കി എന്നുള്ളത് നമ്മളുടെ ഒരു അറിവുമാണ്, നമ്മൾ അറിയുകയാണത്. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നതാണ് തത്ത പറന്നുപോയി. ഇനി അടുത്ത പലതരം ശബ്ദങ്ങൾ കേൾക്കുന്നു, ഇല്ലേ? പലതരം ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് ശബ്ദമൊന്നും കേൾക്കാൻ കഴിയില്ല, എങ്കിലും ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ വെള്ളം എന്തായാലും ആ കുട്ടി കണ്ണിലേക്ക് ഒഴിക്കുമ്പം വെള്ളം തിരിച്ചിലേക്ക് വീഴുമ്പോൾ എന്താണ്? ഒരു ശബ്ദം ഉണ്ടാവും, അതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പലതരം അനുഭവങ്ങളാണ്. അത് കേൾവി എന്ന അനുഭവമാണ്. തത്തകൾ ശബ്ദം ഉണ്ടാക്കുന്നതും കേൾവി എന്ന അനുഭവമാണ്. കണ്ണിൽ വെള്ളം വീഴുന്നതിന് മുമ്പ് കണ്ണടയ്ക്കുന്നു, കണ്ണടയ്ക്കുന്നതാണ് ഒരു പ്രതികരണമാണ്. തത്തകൾ കുട്ടികൾ കണ്ട് ഭയന്ന് പറക്കുന്നു, കണ്ടു എന്നുള്ളത് അനുഭവമാണ്. പറക്കുന്നു എന്നുള്ളത് എന്താണ്? അത് ഒരു പ്രതികരണമാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഏകദേശം രൂപം കിട്ടാൻ വേണ്ടിയാണ് ഈ പടം അല്ലെങ്കിൽ ഈ ഒരു ചിത്രം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുതന്നത്. ഇനി നമുക്ക് ഓരോന്നും അതുമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി, അല്ലെന്നുണ്ടെങ്കിൽ അതുമായിട്ട് നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. കേൾവി ഏത് അവയവമാണ് സഹായിക്കുന്നത് കേൾക്കാനായിട്ട്? ചെവി, ഇയർ എന്ന പേരിലറിയാം. കാഴ്ച നമുക്കറിയാം, കണ്ണുകൾ. രുചി എന്നാണ്? നാവ്. സ്പർശനം ത്വക്ക്. ഗന്ധം മൂക്ക്. എത്ര എണ്ണം നോക്കിയേ? 1 2 3 4 5 5 ഇല്ലേ? അപ്പം ഇതൊക്കെ എന്ത് അവയവങ്ങളാ? ജ്ഞാനേന്ദ്രിയങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. ജ്ഞാനം എന്ന വാക്കിനർത്ഥം അറിയുക എന്നുള്ളതാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ. അങ്ങനെ എത്ര എണ്ണം നോക്കിയേ? 1 2 3 4 5. 5 വിളിക്കുന്ന പേര് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന പേര് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ചെവി, കണ്ണ്, നാവ്, ത്വക്ക്, മൂക്ക്. മാറ്റി പറയാം കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 5 ഉണ്ടായാൽ മതി. അപ്പം ഇതിൽ ഏറ്റവും വലിയ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? നമുക്കറിയാം. കണ്ണിന് ഈ ഒരു വലിപ്പം മാത്രമേ ഉള്ളൂ, ചെവിക്ക് ഈ ഒരു വലിപ്പം മാത്രമേ ഉള്ളൂ, നാക്കിന് ഈ ഒരു വലിപ്പം മാത്രമേ ഉള്ളൂ, മൂക്കിന് ഈ ഒരു വലിപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ വലിപ്പം ഏതാണ്? ത്വക്കാണ്, അല്ലേ? നമ്മളുടെ ശരീരം എവിടെയൊക്കെ ഉണ്ടോ അതിനെ ആവരണം ചെയ്തിരിക്കുന്ന ആരാണ്? ത്വക്കാണ്. അപ്പം ത്വക്കാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം. അപ്പോൾ ഏറ്റവും ചെറുതായിരിക്കും? നമുക്കറിയാം, നമ്മുടെ കണ്ണുകൾ തന്നെയാണ് ഏറ്റവും ചെറുതെന്ന് പറയുന്നത്. മൂക്ക് കുറച്ചും കൂടെ വലുതാണ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പക്ഷേ ഈ കണ്ണിനകത്തോട്ടിരിക്കുന്ന ഒരു ഗോളം പോലെയാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ണ് നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ വലിപ്പം ഉണ്ടായിരിക്കും അതിന്. എന്നാൽ ആ വലിപ്പ ചെറുപ്പങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നിങ്ങൾ കാര്യം മനസ്സിലായല്ലോ. അതായത് ഈ കേൾവി എന്ന അനുഭവം കേൾവി എന്ന അനുഭവം ഉണ്ടാക്കുന്ന ശരീരത്തിലെ ഭാഗമാണ് ചെവി എന്ന് പറയുന്നത്. കാഴ്ച എന്ന അനുഭവം ഉണ്ടാക്കുന്ന ശരീരത്തിൻ്റെ ഭാഗമാണ് കണ്ണെന്ന് പറയുന്നത്. രുചി എന്ന അനുഭവം ഉണ്ടാക്കുന്ന ശരീരത്തിൻ്റെ ഭാഗമാണ് നാവെന്ന് പറയുന്നത്. സ്പർശനം അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ വന്ന് തൊടുക, ടച്ച് ചെയ്യുക. ആ സമയത്ത് നമ്മൾ ഒരാൾ ടച്ച് ചെയ്തു എന്ന് അറിയിക്കുന്ന അവയവം എന്താണ്? ത്വക്കാണ്. അതുപോലെ തന്നെ ഒരു മണം, നമ്മൾ പറയില്ല ഗന്ധം, അത് അറിയുന്ന അവയവം ഏതാണ്? അത് മൂക്കാണ്. അങ്ങനെ 5. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ തന്നെയാണ് നമ്മൾക്ക് എല്ലാ അനുഭവങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ചും അതെങ്ങനെ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള ഫങ്ഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ നടക്കുന്ന രാസമാറ്റങ്ങളും എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.